ഹലോ ഗായ്സ്, എന്താണ് സുഖമല്ലേ? പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഈ ആണുങ്ങളെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നല്ലേ. ഒരു ഒരു പയ്യെ പെണ്ണുങ്ങൾക്ക് എതിരായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഒരുത്തി ചെയ്തതിന് എന്തിനാ എല്ലാവരും കൂടെ കൂട്ടിക്കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവനക്ക് പറയാം മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ പ്രതികരണ വീഡിയോ പോലെ ഇട്ടു. മീൻസ് അത് പെണ്ണുങ്ങളെ അവൻ മൊത്തത്തിൽ ഇതാക്കിയോണ്ട് മാത്രമാണ്, അല്ലാതെ ആണുങ്ങൾ നമ്മൾ ഒരിക്കലും കുറച്ച് പറയുന്നില്ല. നല്ല എത്രയോ ആണുങ്ങളുണ്ട്. എനിക്ക് എൻ്റെ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം ആണുങ്ങളോടാണ്. നമുക്ക് വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ പറ്റുമെങ്കിൽ ഇത് ഒരു ആണിനോട് മാത്രം. ഒരിക്കലും ഞാൻ ആണിനെ കുറ്റം പറയില്ല. പിന്നെ പല ആണുങ്ങളും പല ടൈപ്പാണ്. ഇപ്പൊ പല പെണ്ണുങ്ങളും പല ടൈപ്പാണ്. എല്ലാവരും ഒരുപോലെയല്ല. ആണാല് കുറെ ബുദ്ധിമുട്ടിയ ഒരു പെണ്ണാണ് ഞാൻ ഒരു സിംഗിൾ പാരന്റാണ്. അപ്പോൾ എനിക്ക് പൊതുവെ ആ ഒരു ആണിനോടൊരു വെറുപ്പുണ്ട്. അത് പറഞ്ഞ് എല്ലാ ആണുങ്ങളും അതുപോലെയെന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? എത്രയോ ആണുങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടില്ലേ, നിങ്ങൾ എൻ്റെ ഫോട്ടോസിലൊക്കെ കാണുന്നില്ലേ? പിന്നെ നല്ല രീതിക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ തിരിച്ച് നല്ല രീതിക്ക് റിപ്ലൈ തരുന്നുണ്ടല്ലോ. അതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്, ആണിനോട് റെസ്പെക്ട് ഉണ്ട്. കാരണം എനിക്ക് ഉപ്പുണ്ട്, 3 ബ്രദേഴ്സ് ഉണ്ട്, എനിക്കൊരു മോനും ഉണ്ട്. എല്ലാ ആണുങ്ങളും പെട്ട തന്നെയാണ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാണിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നമുക്ക് പേഴ്സണലി ഒരുപാട് ഫീൽ ആവുന്നുണ്ട്. ഫർദി മക്കനെ ഇട്ടിട്ട് എന്തോ ഒരു ഡയലോഗ് കേട്ടതിലും അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ ചിലവരുടെ ഒരു ഇഷ്ടമാണ്. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടല്ല യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് കമ്മിയാണ്, പിന്നെ പൈസയ്ക്ക് വേണ്ടിയാണ്. എന്തൊക്കെ കമൻറ്റ്, ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഒരു പെണ്ണിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി നിങ്ങൾ ഇത്രയും കമൻറ്റ് ചെയ്യുമ്പോൾ ചുറ്റും എത്ര പേര് കാണുന്നുണ്ട്? ഇപ്പോൾ ഇങ്ങൾക്കും ഉണ്ടാവില്ലേ ഉമ്മയും പെങ്ങന്മാരൊക്കെ? അവർക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ആവില്ലേ? ഇപ്പോൾ ആ ഒരു ഷിഞ്ചിത എന്താ അവള് ചെയ്ത തെറ്റിനാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുന്നത് മനസ്സിലായി. പക്ഷേ ആണുങ്ങൾ തെറ്റുകാരല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും. പല ആണുങ്ങളും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനിങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളിൽ പറയണം? ഞാൻ അവനക്ക് വേണ്ടി മാത്രമുള്ള ഒരു മറുപടി ഞാൻ കൊടുത്തോളൂ. മൊത്തം ആണുങ്ങൾ ഒരിക്കലും പറയില്ല. ഇപ്പോഴും ഞാൻ കട്ടയ്ക്ക് കമ്പനിയുള്ളത് ഏറ്റവും കൂടുതൽ ആണുങ്ങളോടാണ്. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക്. നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അത് ഇതിൽ തന്നെ ഇൻസ്റ്റയിൽ തന്നെ കുറേ പേർക്ക് എന്നെ പറ്റി നല്ല അറിയുന്ന ഒരാളാണ്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ പെണ്ണ് ചെയ്ത തെറ്റിന് ആര് അവൾക്ക് പ്രതിഫലം കൊടുത്തില്ലെങ്കിലും ശിക്ഷ കൊടുത്തില്ലെങ്കിലും പടച്ചോൻ്റെ പക്കൽ അവൾക്ക് എന്തായാലും ഒന്ന് കിട്ടും. അത് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് തടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തിനാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞിതാകുന്നത്? ഇപ്പോൾ ഈ കമൻറ്റ് അയച്ച ഓരോ വ്യക്തിയും എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാരാണ്. എന്നെയും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നിട്ട് എന്തിനാ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തിൻ്റെ ആവശ്യം ഇങ്ങനെ പറയേണ്ടത്? പിന്നെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഇത്തിരി കൂടി സ്ട്രോങ് ആയി സംസാരിക്കുക, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് സ്ട്രോങ് ആയി സംസാരിക്കാൻ അറിയാനിട്ടല്ല. എനിക്ക് ആരോടും ഒരു പ്രശ്നത്തിന് നിൽക്കാൻ താല്പര്യമില്ല. എല്ലാവരോടും നല്ല രീതിക്ക് പോകണം. മാക്സിമം എല്ലാവരോടും സ്നേഹത്തോടെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ആരോടും എനിക്ക് ദേഷ്യമില്ല കേട്ടോ. നിങ്ങളുടെ അപ്പത്തെ ദേഷ്യം കൊണ്ട് നിങ്ങൾ ഇത്രയും കമൻറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. ബട്ട് എല്ലാവരും അങ്ങനത്തെ കണ്ടി കാണരുത് പ്ലീസ്. നല്ലവരും ഉണ്ട്, കെട്ടവരും ഉണ്ട്. അത് പെണ്ണുങ്ങളാണെങ്കിലും ശരി, ആണുങ്ങളാണെങ്കിലും ശരി. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും കമൻറ്റ് ബോക്സിൽ കയറി കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യും പ്ലീസ്. ഒരു റിക്വസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കമൻറ്റ് ഇട്ടവർക്കൊക്കെ നല്ലതോ കെട്ടതോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. പക്ഷേ ഒറ്റ കാര്യം, ആരെയും വേദനിപ്പിച്ചുകൊണ്ടാകരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും. അപ്പോൾ ഓക്കെ, ബൈ.